ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഇന്ത്യൻ ടൂവിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇന്ത്യൻ എന്ന സിനിമയുടെ ആ കഥാപാത്രങ്ങളെല്ലാം റിക്രിയേറ്റ് ചെയ്ത് വീണ്ടും അതിന്റെ രണ്ടാം ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ. അപ്പോൾ സിനിമയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, എന്ത് കറപ്ഷൻ നടന്നാലും ആ കറപ്ഷനെതിരെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ. അതിപ്പോ സ്വന്തം മകനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അതിന് വേറൊരു വാക്കില്ലാതെ, വേറൊരു പ്രവൃത്തി ഇല്ലാതെ അതിനെ എതിർത്ത് തന്നെ നിൽക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രം, സേനാപതി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനെ എത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളത് അന്തകാലത്തിൽ നമ്മൾ സംസാരിച്ചറിയാം. എ ആർ റഹ്മാന്റെ സംഗീതങ്ങൾ എന്ത് എന്ത് കോളുകളൊക്കെ സൃഷ്ടിച്ച സിനിമയായിരുന്നു. സോ ടോട്ടലി എല്ലാം കൊണ്ടും ഒരു ജം ഐറ്റം എന്ന് വിളിക്കാവുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്. അതിന്റെ രണ്ടാം ഭാഗം ഇപ്പൊ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. திருடுறவன் திருடிட்டு தான் இருக்க போறான். தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்கே பேசுவோம். ஆனா சரி செய்யறதுக்கு ஒரு துரும்பு கூட கிள்ளி போடுறது இல்லை. ஜஸ்ட் வாக்கிங் டாக்ஸ். அதனாலதான் கத்திக்கிட்டு இருக்கும். எல்லாரும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். അടിപൊളി. ഇരുന്താറ് ആ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നെടുമുടി വേണോ? വാവ്. ഇത് മറ്റേ അന്യല്ല സാധനം. തിരിഞ്ഞു വരട്ടും. എന്താ சேனாபதி பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாத நீங்க தானே சொல்லி தந்தீங்க. குழந்தை கோயில செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நாம். நேதாஜி ഓക്കെ. അങ്ങനെ ട്രെയിലർ കണ്ടു. ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിനകത്ത് എനിക്ക് ഫസ്റ്റ് പോസിറ്റീവായിട്ട് തോന്നിയത് ഒന്ന് നെടുമുടി വേണു. അദ്ദേഹത്തിന് വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം മരണപ്പെട്ടു പോയൊരു സാഹചര്യത്തിൽ ആ കഥാപാത്രത്തിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാതെ കഴിയാവുന്ന സാഹചര്യങ്ങളും ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിനെ റിക്രിയേറ്റ് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അതിന് ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിനോട് എന്നും റെസ്പെക്ട്. ഭയങ്കര സന്തോഷം. കാരണം അതൊരു വികാരമാണ്. രണ്ട്, ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എ ആർ റഹ്മാന്റെ സംഗീതം അന്ന് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്ന ഒരു ഫീല്, ആ സോങ്സിന് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം, അതൊക്കെ ടോട്ടലി ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയെ ഒരു ജെമ്മാക്കി മാറ്റിയ ഘടകങ്ങളിൽ ഒരെണ്ണമായിരുന്നു. പിന്നെ വിഷ്വൽസ്, അത് പിന്നെ ശങ്കറിന്റെ സിനിമകളിൽ ഇനി ഒന്നും പറയേണ്ട. അതിപ്പോ അന്തകാലമാണെങ്കിലും ഇന്തക്കാലമാണെങ്കിലും എല്ലാം റിച്ച്. ഫ്രെയിംസിന് ഒരു കുറവും കാണിക്കൂല. സെറ്റ് വർക്ക്, ആർട്ട് വർക്ക്, ഇതിനകത്തൊന്നും ഒരു കുറവും കാണിക്കൂല. എസ് ജെ സൂര്യനൊക്കെ പൊന്നി കുളിപ്പിച്ചാണ് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. പിന്നെ ഹെലികോപ്റ്റർ, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. രണ്ടാമത് അടുത്ത് തോന്നിയ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CG വർക്ക് ഭയങ്കര മോശം, ഭയങ്കര കൂറായിട്ടുണ്ട്. പിന്നെ കമൽഹാസൻ എന്ന് പറയുന്ന ഒരു നടനെ, അദ്ദേഹത്തിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ തന്നെയാണ് ശങ്കർ. പക്ഷേ എനിക്ക് ഇവിടെ ഒരു ഫീൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സേനാപതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ആ
കാലഘട്ടത്തിൽ തന്നെ, അതായത് 96-ലോ മറ്റോ ആണ് ആ സിനിമ ഇറങ്ങുന്നത്. അപ്പൊ ആ സിനിമയിൽ അദ്ദേഹത്തിന് അത്രയും വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഏജിന്റെ ഒരു കാര്യം വെച്ച് നോക്കിയാൽ തന്നെ ഈ ഒരു കാലത്തിൽ എന്തായാലും ആ ഒരു സേനാപതി എന്ന് പറയുന്ന ഒറിജിനൽ പ്യുവർ ക്യാരക്ടർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നമുക്ക് നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ ഇല്ല. പക്ഷേ ഈ സേനാപതിനെ എങ്ങനെയാണ് ഇവര് റിക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റഡ് എലമെന്റ് മാത്രമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. കാരണം അല്ലാതെ ഈ സിനിമയിൽ ടോട്ടലി സ്റ്റോറി വൈസ് ആണെങ്കിലും നമ്മൾ കണ്ടു നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു സംഭവം. ഇനി ഇതിനിടയിൽ പറഞ്ഞു പോകുന്ന, അതായത് കറപ്ഷനെതിരെ പോരാടുന്ന നായകനാണ് ശങ്കറിന്റെ നായകന്മാർ കൂടുതലും. അപ്പോൾ ഇതിനകത്ത് ഏത് തരത്തിലുള്ള കറപ്ഷനാണ്, എങ്ങനത്തെ കറപ്ഷനാണ്, പൊളിറ്റിക്കലി ഇതെങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനനുസരിച്ചിരിക്കും സിനിമയുടെ ഒരു എൻഗേജ് എന്ന് പറയുന്നത്. സേനാപതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ട് തോന്നിയ വഴിക്ക് കാണിച്ച് ആ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി അത് ഇല്ലാതാക്കി കളയരുത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ അനിരുദ്ധ് അദ്ദേഹത്തിന് പറ്റിയ ടൈപ്പ് മ്യൂസിക്കുകൾ ചെയ്യാനുള്ള ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. പക്ഷെ ഇന്ത്യൻ ടൂവിലേക്ക് എന്തിനായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് എങ്കിൽ പോലും കതറൽസ് കേട്ടപ്പോഴേ തോന്നിയ ഒരു കാര്യമാണ്. ഇന്ത്യൻ ടു അല്ല, ഇത് മറ്റേതോ ഒരു സിനിമയിലെ പാട്ടാണെങ്കിൽ ഓക്കെ, കതറൽസ് കേട്ടിരിക്കാൻ ബെറ്റർ ആണ്. പാര എന്ന് പറയുന്ന ആ സോങ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഈ പറയുന്ന പോലെ ഈ ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സിനിമയുടെ ലേബലിന് പറ്റിയൊരു സാധനമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തില്ല. BGM ഒക്കെ ഇതിനകത്ത് ഈ ട്രെയിലറിൽ കേട്ടത് ഭയങ്കര ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി അത് സിനിമയിൽ എങ്ങനെ വരും എന്നുള്ളതും, അതുപോലെ തന്നെ സേനാപതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ആകെ പ്രതീക്ഷ. പിന്നെ SJ സൂര്യ പുള്ളിക്കാരന് കിട്ടിയ ഏരിയ പുള്ളി നളിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ചോദ്യങ്ങൾ ബാക്കിയാണ്. പിന്നെ അതുപോലെ തന്നെ ശങ്കറിന്റെ സിനിമകളിലെ ഡയലോഗുകൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ഈ സിനിമയിൽ ഇത് എവിടെയും ഞാൻ കണ്ടില്ല. അപ്പോൾ സമീപകാല പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെയും രാഹുൽ പ്രീതിന്റെയും കഥയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി ഇങ്ങനെ വന്നു എന്നൊക്കെ കരുതിയിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ തെറ്റിക്കുന്ന തരത്തിലേക്ക് സിനിമ എത്താനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തായാലും നെഗറ്റീവ് അടിച്ചല്ല, ട്രെയിലർ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു എഫക്റ്റ് കിട്ടാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ആ ഒരു കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകരുതേ, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയരുതേ. അതേ സംവിധായകൻ തന്നെയാണ് ചെയ്യുന്നത്. സോ ജന്മം കൊടുത്തവനെ എന്നെ നശിപ്പിക്കാൻ എളുപ്പമാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എന്നാണെങ്കിലും ജൂലൈ 12 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഒപ്പം ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും